മനുഷ്യരെ സംബന്ധിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ, ഇവിടെ നമ്മുടെ വ്യക്തിബന്ധങ്ങളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, ഭാര്യ, ഭർത്താവ്, ഇഷ്ടപ്പെടുന്ന ആൾ, നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, സൗഹൃദങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അവിടെ എങ്ങനെ നമ്മൾ അവരോട് ഇടപഴകി അവരെ എത്ര കണ്ട് സ്നേഹിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളോട് നമ്മൾ എങ്ങനെയൊക്കെ ക്ഷമിച്ചും പൊറുത്തും സഹിച്ചും അവരെ മനസ്സിലാക്കിയും മുന്നോട്ട് പോകുന്നു. പിന്നെയും ഊഷ്മളമായി അവർക്കൊപ്പം നമ്മൾക്കെങ്ങനെ ജീവിക്കാൻ കഴിയുന്നു. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് ഹാപ്പിനെസ്സിനെ കൊണ്ടുവരുന്നത്. നമ്മുടെ മുമ്പിൽ കുറേ അനുഭവങ്ങളുണ്ട്. അത് വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ്, നല്ല അനുഭവങ്ങളാണ്. അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സമീപിക്കാം. അപ്പം നമുക്ക് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതിനെങ്ങനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അത് തെറ്റായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് അതൊരു തെറ്റല്ല, അത് അവരുടെ ഒരു പരിമിതിയാണ് എന്ന നിലയിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികൂലമായ ഒരു അനുഭവമായി അത് മാറില്ല.